തീർച്ചയായും AKG സെന്റർ മുതൽ സർവകലാശാല ആസ്ഥാനത്ത് വരെ നീളുന്ന ഒരു വലിയ നീണ്ട നിരയാണ്, ഒരു വലിയ ജനക്കൂട്ടത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കാരണം ഇത്ര വൈകിയും VS എന്ന് പറയുന്ന ആ ആശയത്തെ പേറിയാണ് ഇവിടേക്ക് ഓരോരുത്തരും ഇത്ര വൈകിയും എത്തുന്നത്. പ്രായമായവരുണ്ട്, അതുപോലെ തന്നെ ചെറുപ്പക്കാരുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, അങ്ങനെ എല്ലാ നാനാതുറയിൽപ്പെട്ടവരെല്ലാം തന്നെ VS എന്ന് പറയുന്ന ആ ആശയം പേറി ഇവിടേക്ക് എത്തിയതാണ്. VSനെ അവസാനമായി കാണുക എന്നുള്ളതാണ്. അതെ അതെ, കണ്ടിട്ട് തന്നെ പോകത്തുള്ളൂ. ഇവിടുന്ന് ഞാൻ ഇവിടെ നിന്നാണ്, കിളമാരുന്നാണ്. ഇവിടുന്ന് എല്ലാം കൂടെ ഒരുമിച്ച് എത്തിയതാണ്. ഞങ്ങൾ ഒരുമിച്ച് പാർട്ടി പ്രവർത്തകരാണ്, ബ്രാഞ്ച് മെമ്പറാണ്. രാത്രിയും എത്തുക എന്നുള്ളത്, രാത്രി എത്തിയത് VS എന്നാണ്. അത് പറയേണ്ട കാര്യമുണ്ട്. എത്ര വയ്യാലും കണ്ടിട്ടേ പോകൂ, കാണാതിരിക്കാൻ പറ്റില്ല. എവിടുന്നാ സാറേ? ഞങ്ങൾ ഇവിടുന്ന് തന്നെ. VSമായിട്ട് നേരത്തെ പരിചയമുണ്ടോ? ഞങ്ങൾക്ക് തമ്മിൽ വലിയ പ്രായ വ്യത്യാസമുണ്ട്. നിങ്ങളിപ്പോ VS എന്ന് പറയുന്ന മനുഷ്യനോടുള്ള സ്നേഹം അത് ഓരോരുത്തരും ഇങ്ങനെ പ്രകടമാക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലടക്കം കാണാൻ കഴിയുന്നത്. ഇവിടെയാണോ പഠിക്കുന്നത്? VSനെ കാണുക എന്നുള്ളതാണോ? VSനെ കാണുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് വലിയ ജനസമൂഹം എത്തുന്നത്. VSനെ പറ്റി പാവപ്പെട്ടവരുടെ പടത്തലവൻ, ജനകീയ നേതാവ്. ഞാൻ ഗട്ട്സോടുകൂടി പറയാം, ആരുടെ മുന്നിൽ മുട്ടുമടക്കത്തില്ല. അന്ന് ജനറൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന 32 അവസാനത്തെ മനുഷ്യനാണ്. കഴിഞ്ഞ കൊല്ലം ശങ്കരയ്യ മരിച്ചു, അദ്ദേഹം മരിച്ചു. ആ ജനറൽ കൗൺസിൽ ഇറങ്ങി വന്ന 32 എല്ലാവരും കാലമായി. പാർട്ടിയുടെ അനിഷേധ്യ നേതാവും ആദരണീയനും. ഇത്രയും വയസ്സിൽ അദ്ദേഹം പിടിച്ചു നിന്നില്ലേ? നമുക്ക് 70-ാമത്തെ വയസ്സിൽ കിതയ്ക്കുന്ന ആൾക്കാരുണ്ടല്ലോ. 102 വയസ്സായി. VSനെ ഓർക്കുന്നത് ഇത്രയും സമയം TV-യിൽ പറഞ്ഞ് കേട്ടില്ലേ ആൾക്കാർ. VS ജനങ്ങൾക്കിടയിൽ നിന്ന ഒരു പ്രവർത്തകനാണ്. 102 വയസ്സ് വരെ സഖാവിൻ്റെ പ്രവർത്തനമെന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും രാഷ്ട്രീയം നോക്കാത്തവർ പോലും ആദരിക്കുന്ന ഒരാളായി മാറിയ ഒരു നേതാവാണ് VS. എവിടുന്നാ വരുന്നത്? ഞാൻ സെക്രട്ടേറിയറ്റ് വർക്ക് ചെയ്യുന്നു. VSമായി പലകുറി കണ്ടിട്ടുണ്ടാകും. എൻ്റെ ഓഫീസറായിരുന്നു, CM ആയിരുന്നു. ഇപ്പോൾ നമ്മളെ ഒരു കാരണം ഒരു വീട്ടിൽ ഒരുപാട് ഓർമ്മകളുണ്ടായിരുന്നു. ഒരുപാട് നമ്മുടെ വീട്ടിലൊരു കാരണവർ പോയ സങ്കടം, അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ കാത്തുനിന്ന് കാണാൻ വന്നത്. ഓരോരുത്തർക്കും പറയാൻ ഓരോരോ കാരണങ്ങളാണ്. കാരണം VS അവർക്കൊക്കെ ആരായിരുന്നു എന്നുള്ളതാണ് അവരുടെ വാക്കുകളിലെല്ലാം വ്യക്തമാക്കുന്നത്. പ്രായത്തിനപ്പുറമുള്ള ഒരു ബന്ധം, ഓരോരുത്തരോടും വ്യക്തിപരമായ ബന്ധം സൂക്ഷിച്ചിരുന്നു. ആ വ്യക്തികളോടെല്ലാം ഉണ്ടായിരുന്ന അടുപ്പം അത് എത്ര ആഴത്തിലായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇവരുടെ എല്ലാം വാക്കുകൾ. ഈ പലയിടങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തുന്നവരുടെ എണ്ണം അത് അനുദിനം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയധികം സമയം കഴിയുന്നു, പക്ഷേ ഈ അണമുറിയാത്ത ഒരു ജനപ്രവാഹത്തെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എവിടെ നിന്നാണ് ജനം ഇങ്ങനെ ഒഴുകിയെത്തുന്നത്? VS എന്ന് പറയും. ഞങ്ങൾക്ക് ഞങ്ങളുടെ VSനെ കണ്ടേ മതിയാവും. ഡ്യൂട്ടിയും കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ്. ആശുപത്രിയിലെ ജീവനക്കാരിയാണ്? അതെയാണ്, ഞങ്ങൾ ആശുപത്രി ജീവനക്കാരാണ്. ഞങ്ങൾക്ക് VSനെ പലകുറി കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ ഒന്ന് കാണണമല്ലോ, ലാസ്റ്റ് അല്ലേ, കാണാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങളുടെ മുഖത്തുണ്ടാ വിഷമം? ഉണ്ട്, ഞങ്ങളുടെ നേതാവല്ലേ. ഇത് ക്യൂവിൽ നിന്ന് കാണുന്നു. കാണാന്ന് വിചാരിച്ചു. ഒരുപാട് ഓർമ്മകളുണ്ട്, ഒരുപാട് പരിചയങ്ങളുണ്ട്, ഒരുപാട് വ്യക്തിപരമായ അനുഭവങ്ങളുണ്ട്. അതിനെയൊക്കെ ഓർക്കുന്നത് അല്ല, VSമായിട്ടൊരു 40 വർഷത്തിന് മുമ്പ് VSമായിട്ട് കാണുന്നതാണ്. CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം 85 നെയ്യാറ്റിൻകര വെച്ച് നടക്കുമ്പോൾ അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി VS ആണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അന്നാണ് VSനെ ആദ്യമായി നേരിട്ട് കാണുന്നത്, വളരെ ചെറിയ പ്രായത്തിൽ. ഈ സ്ഥലത്തും ആൾക്കൂട്ടത്തെ യോജിപ്പിച്ചു നിർത്താനും ആൾക്കൂട്ടം ഉണ്ടാക്കാനും VSനുണ്ടാക്കിയൊരു സമ്മതി. VS യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുകയും സാധാരണ മനുഷ്യന്റെ ജീവിത പ്രയാസങ്ങളെ അഡ്രസ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെടൽ നടത്തിയപ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് VSന് നല്ല സ്വീകാര്യത ഉണ്ടായി. അത് VSന്റെ ചെറുപ്പം മുതലേ VSന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ എല്ലാ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും സമരമുഖത്തും VS മുൻനിരയിലുണ്ടായിരുന്നു. അതുതന്നെയാണ് VSന് കേരളീയ സമൂഹം നൽകിയിട്ടുള്ള വലിയ അംഗീകാരം.
നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വി എസ് ഓരോ ഘട്ടത്തിലും ഇറങ്ങിച്ചെല്ലുന്ന വഴികൾ അത് ഓരോ സാധാരണക്കാരനുള്ളിലേക്കും ഇറങ്ങിച്ചെല്ലുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജനം ഇങ്ങനെ ഇത്രത്തോളം ആഴത്തിൽ അദ്ദേഹത്തെ സ്നേഹിച്ചത്. ഈ വീട്ടിനുള്ളിലാണെങ്കിൽ പോലും വി എസ് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ച് വി എസിന്റെ പ്രതീക്ഷയിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കാണാം ഈ റീത്തുമായി അടക്കം ഇവിടേക്ക് എത്തുന്നവരുടെ എണ്ണം അതും കൂടുതലാണ്. കാരണം ഓരോരുത്തർക്കും വി എസ് ഓരോ രീതിയിലാണ് നൽകിയത്. നേരത്തെ സംസാരിച്ചത് നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള നിയമസഭാംഗം കെ ആൻസലിനാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ തള്ളിക്കയറാതെ വലിപ്പവും ചെറുപ്പവും ഒന്നും ഇല്ലാതെ ജീവിച്ച പൊതുപ്രവർത്തകനായിരുന്ന വി എസിനെ കാണാൻ വലിയ നീളുന്ന ക്യൂവിൽ നിന്ന് അദ്ദേഹം വി എസിനെ അവസാനമായി നമുക്ക് കാണാൻ തീരുമാനിച്ചു. വി എസ് അങ്ങനെയായിരുന്നു. വി എസ് സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന പൊതുപ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ തന്നെ ജനങ്ങളെ കൈകാര്യം ചെയ്യാൻ പ്രത്യേകിച്ച് ശീലിച്ചവരാണ്. അവരെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കും, പൊട്ടിച്ചിരിക്കും, തെരഞ്ഞെടുപ്പ് കാലമാണെങ്കിൽ കുട്ടികളെ എടുക്കും. അങ്ങനെയൊക്കെയുള്ള രീതികളൊന്നും വി എസിന് പരിചയമില്ലായിരുന്നു. വി എസ് ആൾക്കാരോട് സംസാരിക്കുന്നതും ഒക്കെ തന്നെ കേൾക്കുന്നവർക്കൊരു അപരിചിതത്വമുള്ള ആളെപ്പോലെ സംസാരിക്കും. ഒരകൽച്ചയുണ്ടെന്ന് തോന്നുന്ന രീതിയിൽ സംസാരിക്കും. ആ അകൽച്ചയുടെ ഇടിമുഴക്കമായിരുന്നു വി എസിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. വി എസിനെ ഒരിക്കൽ പരിചയപ്പെട്ടു പോയാൽ ഈ മനുഷ്യനെ നമ്മൾ ഒരിക്കലും മറക്കില്ല. കാരണം അത്ര കൂടുതൽ അദ്ദേഹത്തിൻ്റെ ചിത്രം നമ്മുടെ ഉള്ളിൽ പതിയും. അതിന് അദ്ദേഹത്തിൻ്റെതായ ചില രീതികൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു.